നമസ്കാരം. കേരളത്തിൽ നിന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വാർത്ത. 1 കോടി രൂപയുടെ ഭാഗ്യം തേടിയെത്തിയിട്ടും വർഷങ്ങളായി ദുരിതപൂർണമായ ജീവിതം നയിക്കുകയാണ് 73-കാരനായ കോയ അരീക്കര. 10 വർഷം മുൻപ് സമ്മാനം ലഭിച്ചിട്ടും ഇതുവരെ ആ തുക കൈപ്പറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കുടുംബത്തിന്റെ പട്ടിണി മാറ്റാനായി ഈ പ്രായത്തിലും ഓട്ടോറിക്ഷ ഓടിച്ചാണ് അദ്ദേഹം ഉപജീവനം കണ്ടെത്തുന്നത്. കോഴിക്കോട് പുല്ലാളൂർ മച്ചക്കുളത്തെ വാടക വീട്ടിലാണ് കോയ താമസിക്കുന്നത്. 2016 ജൂലൈ 9 നറുക്കെടുത്ത കാരുണ്യ ലോട്ടറിയുടെ 1 കോടി രൂപയുടെ ഒന്നാം സമ്മാനമാണ് കോയ അരീക്കരയ്ക്ക് ലഭിച്ചത്. എന്നാൽ ടിക്കറ്റിന് ചെറിയ കേടുപാടുണ്ടായിരുന്നതാണ് പ്രശ്നങ്ങൾക്ക് കാരണമായത്. ബാങ്ക് അധികൃതരുടെ നിർദ്ദേശപ്രകാരം തിരുവനന്തപുരത്തെത്തി അദ്ദേഹം ടിക്കറ്റ് കൈമാറിയെങ്കിലും ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് ടിക്കറ്റ് നഷ്ടപ്പെട്ടതായാണ് പ്രധാന സംശയം. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ധനമന്ത്രിയുടെ ഓഫീസിലും പരാതി നൽകിയെങ്കിലും സമ്മാനാർഹമായ ടിക്കറ്റ് ഹാജരാക്കിയതിന് മതിയായ തെളിവുകളില്ലെന്ന് ചൂണ്ടിക്കാട്ടി 2018 ലോട്ടറി വകുപ്പ് പരാതി തള്ളിക്കളയുകയായിരുന്നു. നിയമപോരാട്ടങ്ങളുടെ ഭാഗമായി വർഷങ്ങളോളം വിവിധ ഓഫീസുകൾ കയറിയിറങ്ങിയ കോയ ഒടുവിൽ ഗതിമുട്ടിയ സാഹചര്യത്തിൽ ബസ് സ്റ്റാൻഡിൽ വരെ കിടന്നുറങ്ങേണ്ടി വന്നിട്ടുണ്ട്. പഴയ ലോട്ടറി ബിസിനസ്സിലുണ്ടായ നഷ്ടം കാരണം വലിയ കടബാധ്യതയും കോയക്കുണ്ട്. നിലവിലും 32 ലക്ഷത്തോളം രൂപയുടെ കടമുണ്ട്. 8000 രൂപ വാടക നൽകുന്ന വീട്ടിലാണ് ഭാര്യ സൗദിയും മക്കളുമടങ്ങുന്ന കുടുംബം കഴിയുന്നത്.